അക്ബറിന് വല്ലാണ്ടൊന്ന് ഗിൽറ്റ് അടിച്ചിട്ടുണ്ട്. ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊരു തോട്ട് പുള്ളിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊട്ട് തുറന്ന് പറയാനും പറ്റത്തില്ലല്ലോ. കാരണം എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനിയും തുറന്ന് പറഞ്ഞ് തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാളുമല്ലോ. നമ്മുടെ അക്ബറും ആര്യനും കൂടെ പുറത്തിരുന്ന് സംസാരിക്കണം. അപ്പോൾ അക്ബർ പറയാണ്, എൻ്റെ നെഞ്ചിനകത്ത് എന്തോ ഒരു കരിങ്കല്ലെടുത്ത് വെച്ച പോലെ വല്ലാത്തൊരു ഭാരം എന്നൊക്കെ തോന്നുന്നു. അപ്പം നമ്മുടെ ആര്യം പറയുന്നു, അതൊക്കെ ചുമ്മാ സ്ട്രെസ് കൊണ്ടായിരിക്കും, ടെൻഷൻ കൊണ്ടായിരിക്കും, ഇത് വലിയ കാര്യമൊന്നും ആക്കണ്ട. അവർ നമ്മളെ വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുവാണ് മനഃപൂർവ്വം. ഇത് ശരിക്കും ബാഡാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആര്യൻ പറയുന്നു. അപ്പോൾ ഈ ആര്യൻ കഴിഞ്ഞ ദിവസം നെവിൻ നമ്മുടെ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച് അനുമോളുടെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ഹരാസ് ചെയ്യുമ്പം കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആര്യനല്ലേ. ഇതൊന്നും ആര്യന് താങ്ങാൻ പറ്റുന്നില്ലേ? ഇതൊന്നും വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്, മുഖത്ത് നല്ല എക്സ്പ്രഷനായിട്ട് ആരും നിൽക്കുന്നുണ്ടല്ലോ വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ട്. അപ്പം മറ്റൊരാളെ ദ്രോഹിക്കുമ്പോൾ ഇത് കാണുമ്പോൾ കൈ അടിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ആൾ സ്വന്തമായിട്ട് വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? കാരണം നമ്മുടെ പട്ടായ ഗേൾസ് നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് കാരണം ഈ ഫുഡ് അവരുണ്ടാക്കുന്നു, ഇവരുടെ ഫുഡ് വേണ്ടാന്ന് പറയുന്നു, അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അതുപോലെ ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയി, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ക്യാപ്റ്റന്മാരെതിരെയാണ് വന്നേക്കുന്നത്. അവർ വെളുപ്പിക്കാൻ വേണ്ടി, നെവിനെ വെളുപ്പിക്കാൻ വേണ്ടി അക്ബർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും നല്ല വൃത്തിക്ക് അവരുടെ എതിരെ അത് വന്നതുകൊണ്ട് തന്നെ എന്താവും, എങ്ങനെയാവും, പുറത്ത് എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ ഇവരെ നല്ല പോലെ ഉണ്ട്. പക്ഷെ അതൊരു പുറത്ത് കാണിക്കുന്നില്ല. എന്നിട്ട് ആര്യൻ പറയണം, നമ്മൾ 80 days ആയില്ലേ നമ്മളിവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട്, നമ്മൾ 3 പേരുടെ ക്യാപ്റ്റനായിട്ട് വന്നത് ഇവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ള രീതിയിൽ. എന്താണ് പിടിക്കാഞ്ഞത്? ഇവരുടെ സ്വഭാവവും ഇവരുടെ കയ്യിലിരിപ്പും ഇവരുടെ ഡൊമിനേറ്റിംഗ് ക്യാരക്ടറുമാണ്. ഇതൊക്കെ മാറ്റിവെച്ച് നല്ല ക്യാപ്റ്റന്മാരായിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമായിരുന്നോ? ഞങ്ങൾ ഇത് തരില്ല, ഞങ്ങൾ പറയുന്ന അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ ആരനുസരിക്കും? പിന്നെ അതേപോലെ ഡ്യൂട്ടി ചെയ്യാൻ പയ്യെന്ന് നൂറ പറഞ്ഞതിനെക്കുറിച്ച് ആരും അഡ്രസ്സ് ചെയ്തില്ല എന്ന്. എന്തിനു അഡ്രസ്സ് ചെയ്യണം? കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഫുഡ് കൊടുക്കാതെ അവരെ പട്ടിണി കിട്ടത് നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ലല്ലോ. എന്ന് വെച്ചിട്ട് നിങ്ങൾ കഴിക്കാണ്ടിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിന് വേണ്ടതെല്ലാം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നല്ല വൃത്തിക്ക് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നെവിനെ അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും വെളുപ്പിച്ച് കൂട്ടുന്നുണ്ട്. നെവിൻ കയ്യിൽ പിടിച്ച സാധനം നമ്മുടെ ഷാനവാസിക്ക വന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നെവിൻ ഇടിച്ചത്, അത് വെച്ച് എറിഞ്ഞത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അനീഷേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ അനുമോളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അനീഷേട്ടൻ ഭയങ്കര സെലക്റ്റീവാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന മട്ടാണ്, കുറച്ചൊന്ന് ഹൈറിൽ പോയതാണ്. പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ നല്ല വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ ട്രാക്കിൽ ഇവരങ്ങ് വീണു. ഇമോഷണലി അവരെ അങ്ങ് അടിച്ചിട്ടു ശരിക്കും പറഞ്ഞാൽ അവർ ഗേൾസ് എല്ലാം കൂടെ ചേർന്നിട്ട്. പിന്നെ അനീഷേട്ടനും കൂടെ ചേർന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അനീഷേട്ടനെ ഇവർ മാക്സിമം ഗ്രൂപ്പിലോട്ടാക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. എന്തായാലും കുറച്ച് ഗിൽറ്റ് അടിച്ചും കുറച്ചൊന്ന് വിഷമിച്ചിട്ടൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താകും എന്നുള്ളതൊക്കെ നമുക്കിനി ബാക്കിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എപ്പിസോഡ്സിൽ ലൈവ്സിലൊക്കെ അപ്ഡേറ്റുമായിട്ട് വരാം.